നിങ്ങളെ അറിയിപ്പാനാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അന്ന് യേശു പറഞ്ഞു, അവൻ തിന്മയ്ക്ക് അടിമപ്പെട്ട് വ്യക്തത്തിലായിരിക്കുന്നവരെ മോചിപ്പിക്കുവാൻ യേശു ഇവിടെ വന്നു. മോഷിപ്പാനും അറുക്കുവാനും കൊല്ലുവാനും കുടിക്കുവാനും നശിപ്പിക്കുവാനുമായി പിശാച് വന്നപ്പോൾ പിശാചിന്റെ പ്രവർത്തനങ്ങളെ അഴിപ്പാൻ യേശു ഇവിടെ വന്നു. അവൻ സമൃദ്ധിയും ജീവനും നൽകുവാനും അതേ കർത്താവ് ഇവിടെ വന്ന് മനുഷ്യർക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അവനെ അനുഗ്രഹിക്കുവാനുമായി യേശു ഇവിടെ വന്നു. അവൻ ജീവൻ എടുക്കുവാനല്ല യേശു വന്നത്, നിനക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുവാനാണ് യേശു ഇവിടെ വന്നത് എന്നുള്ള വസ്തുത നിങ്ങൾ ഓർക്കണം. ഇവിടെ ഇതിനു മുമ്പ് വന്ന പല അവതാരങ്ങളും മത നേതാക്കന്മാരും മനുഷ്യന്റെ ജീവൻ എടുത്തു. ഒരുപാട് പേരുടെ കൂട്ടക്കൂടി നടത്തി, അതിലവർ ആനന്ദം കണ്ടെത്തി. വാളുകൊണ്ടും യുദ്ധം കൊണ്ടും കൊലപാതകങ്ങളുകൊണ്ടും ഇവിടെ ആമേ സാമ്രാജ്യങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിച്ചവർ അമ്മയെ പരാജയപ്പെട്ടുപോയി. കൂട്ടക്കുരുതികൾക്ക് ആളുകളെ വിട്ടുകൊടുത്തു. എന്നാൽ യേശു സ്നേഹം കൊണ്ടും ക്ഷമ കൊണ്ടും അതേ ശത്രുവിന് സ്നേഹിക്കുന്ന, അവന് വിശക്കുന്നെങ്കിൽ ശത്രുവിന് വിശക്കുന്നെങ്കിൽ തിന്നാൻ കൊടുക്കുന്ന, ശത്രുവിന് ദാഹിക്കുന്നെങ്കിൽ അവൻ ദാഹജലം കൊടുത്തുകൊണ്ട് അമ്മൻ ഏത് ഭാവിയോടും അവയെ ക്ഷമിക്കുന്ന, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും അവന്റെ മകനായി മകളായി തീരുവാൻ അധികാരം കൊടുത്തുകൊണ്ട് അവൻ യേശുക്രിസ്തുവിന്റെ രക്തം സകല ഭാവവും നോക്കി മനുഷ്യനെ ശുദ്ധീകരിക്കുന്ന അധർമ്മവാദിക്കും ഏത് കൊടിയ വാദിക്കും അവൻ ചെയ്ത പാപം എത്ര കഠിനമായാലും അവൻ യേശുവിന്റെ രക്തം അവനെ പോക്കി ശുദ്ധീകരിച്ച് അവനൊരു നിർമ്മല മനസാക്ഷി കൊടുക്കുന്ന യേശു മരണത്തിന്റെ അധികാരിയായ പിശാചിനെ അവന്റെ പിശാചിന്റെ പിടിയിൽ നിന്ന് തന്റെ മരണം മൂലം ഇവനെ മരണഭീതിയിലായിരുന്ന എല്ലാവരെയും മോചിപ്പിച്ചു. ഇതിനെ ആത്മഹത്യ ചെയ്യണ്ട.